കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വീണ്ടും സജീവമാക്കിക്കൊണ്ട് അജയ് തറയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ചയാവുകയാണ്. ഏതായാലും അജയ് തറയിൽ ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ്. താങ്കൾ ഒരു പരാമർശം നടത്തിയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച്. എന്താണ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനത്തിനൊരു സാഹചര്യമുണ്ട്? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞില്ല, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊരു സ്വപ്നമാണ് ഞാൻ പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. ജനകീയനായ ഒരു നേതാവായിട്ട് മാറുമായിരുന്നു. ജനകീയനായ മുഖ്യമന്ത്രിയാകും. അതുകൊണ്ടാണ് ആരായിരിക്കണം എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയുള്ള ആളാകണം എന്നൊരു അഭിപ്രായം ഞാൻ ശക്തമായി പറഞ്ഞത്. അത് എൻ്റെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം കാണാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചോ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവരിൽ സമ്മർദ്ദം ചെലുത്തുവാനോ ഇട്ട ഒരു പോസ്റ്റല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതിനുശേഷവും ഈ പലവരുടെയും പേരും കോൺഗ്രസിന്റെ നേതാക്കളുടെ പലവരുടെയും പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉയർന്നു കേൾക്കുന്ന നിലവിലെ പേരുകളിൽ ഇത്തരത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ സമരമുഖത്ത് സജീവമല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കാരണമാണോ ഇങ്ങനൊരു തരത്തിലേക്ക് ഒരു പ്രകടനം നടത്തി അഭിപ്രായ പ്രകടനം നടത്തി? അല്ല, ഞാൻ ഈ ഉയർന്നു കേൾക്കുന്നതെന്ന് പറയുന്നത് എവിടെ? പാർട്ടി വേദികൾ ആരും പറഞ്ഞിട്ടില്ല ഒരു പേരും. ഇത് മെയ് 4 തീയതി നടക്കുന്ന വോട്ടെണ്ണൽ കഴിയുമ്പോൾ UDF ഭൂരിപക്ഷം കിട്ടുമെങ്കിൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടി അവരാണ് അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ ഇവിടെയുള്ള ആൻഡ്രോയിഡ് ഫോൺ വെച്ചുകൊണ്ട് ഇരിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന് ഈ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അവകാശം എന്താ ഉള്ളത്? അവരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അവരിന്ന് ഓരോ ആളുകളെ പടച്ചുവിടൂ എന്നതിനപ്പുറത്തേക്ക് ഇത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല. ഡൽഹിയിൽ നിന്ന് ആരെയും വിളിച്ച് ആരും മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചിട്ടില്ല. KPCC നിന്ന് ആരെയും വിളിച്ച് ചോദിച്ചിട്ടില്ല. ഒരു യോഗവും വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുറേ പേരുകൾ വന്നിരിക്കുന്നത്? അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് യാതൊരു കാര്യവുമില്ല. പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് അത്തരം പേരുകളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല എന്നാണ് എൻ്റെ വിലപാട്. ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെന്ന് സൂചിപ്പിക്കുമ്പോഴേ അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അക്കൗണ്ടുകളാണോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ഇടപെടലുകളാണോ ഉണ്ടാവുന്നത് ഈ കാര്യത്തിൽ? കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാനും മോശപ്പെടുത്താനും വരുന്ന സോഷ്യൽ മീഡിയ ന്യൂസുകൾ മുഴുവനും കോൺഗ്രസ് വിരോധികൾ ഉണ്ടാക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് വിരോധികൾ, അല്ലെങ്കിൽ CPM-ൻ്റെ ആളുകൾ, അല്ലെങ്കിൽ DYFIക്കാർ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ചില ആളുകളുടെ PR വർക്കിൻ്റെ ഭാഗമായുള്ള ചില ഫേക്ക് ഐഡികൾ. അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, KPC മെമ്പർ, DCC ഭാരവാഹി, DCC പ്രസിഡന്റുമാർ, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്ത് നിന്ന് ഒരഭിപ്രായവും കേട്ടതായി എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്ന് വേണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് എറണാകുളം DCC പ്രസിഡന്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന് പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുണ്ടായല്ലോ. അത് അദ്ദേഹം തന്നെ അത് ശരിയായില്ല എന്ന് പരിധിക്കുറവ് കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അദ്ദേഹം അത് പറഞ്ഞു പോയി, അദ്ദേഹത്തിൻ്റെ വികാരത്തിൻ്റെ പേരിൽ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിൻ്റെ അത് പിന്നെ അദ്ദേഹം പിൻവലിക്കുകയുണ്ടായി. ഈ മുഖ്യമന്ത്രി കേരളത്തിന് പുറത്തു നിന്ന് ഒരാളാവുന്നത് അത് AK ആന്റണിയുടെ കാലഘട്ടം സൂചിപ്പിച്ചുകൊണ്ട് കൂടി അത് താങ്കളുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നേതാക്കൾക്ക് പുറമെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തിരിച്ചു വന്ന് മുഖ്യമന്ത്രി ആവണം എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. അല്ല, അതൊക്കെ ഞാനല്ലോ തീരുമാനിക്കുന്നത്, MLA-മാരല്ല തീരുമാനിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം പോസ്റ്റിൽ പ്രകടിപ്പിച്ചിരുന്നു? ഇല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറയത്തുമില്ല. അതൊക്കെ MLA-മാർ തീരുമാനിക്കുന്നത്. എനിക്കെന്താ റോളുള്ളത്? MLA-മാർ തീരുമാനിക്കുന്നത്. ഞാൻ MLA-യും അല്ല, MLA ആകാനും പോകുന്നില്ല ഇത്തവണ. പിന്നെ ഞാനെങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്? വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വപ്നം, എൻ്റെ ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകട്ടെ, അങ്ങനെ ഒരാളാകട്ടെ. എങ്കിലും എനിക്കൊക്കെ ഒരു അഭിമാനം കൊള്ളാൻ പറ്റും. അത് ഒരു പണിയെടുക്കാതെ ഒന്നും ചെയ്യാതെ കുറേ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമരം കൊണ്ട് തല്ലുകൊള്ളുമ്പോഴൊക്കെ ഓടി ഒളിക്കുന്ന കുറേ ആളുകൾ സ്ഥാനാർത്ഥിയായ കാലഘട്ടമുണ്ട്, ഇപ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ ആരാണ് എന്നാണ് താങ്കൾക്ക് പറയേണ്ട കാര്യം? 4 തീയതിക്ക് ശേഷം പറയാം അതിനെക്കുറിച്ചൊക്കെ.
ഏതായാലും 4-ാം തീയതിക്ക് ശേഷം ഇത്തരത്തിൽ സമരമുഖത്തില്ലാത്ത ആരൊക്കെയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഏതായാലും സജീവമായി പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആൾ തന്നെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് അജയ് തറയിൽ നടത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.